പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം എന്ന വചന പഠനത്തിന്റെ 4-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളും വളരെ വിശദമായി ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിക്കുവാനൊക്കെ കർത്താവ് സഹായിച്ച കൃപകളെ ഞാൻ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 28 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വിശദമായി അതിന്റെ ആധികാരിക നിലയിൽ അത് നോക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചു. 29 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നത് നമ്മളെ കൊണ്ട് ഇന്ന് പറ്റുന്ന അത്രയും ഭാഗം മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ച, ചിന്തിച്ച, ഒരുമിച്ച് ധ്യാനിച്ച ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തൊക്കെ ചോദിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലാത്ത പക്ഷം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് നമ്മൾ ഈ സുവിശേഷത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 29 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണ് അതിന്റെ ആദ്യത്തെ ഒരു പോർഷൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ പോർഷൻ 29 മുതൽ 34 വരെയുള്ള പോർഷൻ ആദ്യമേ വായിക്കുന്നു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്നും ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ വീട്ടിലിരുന്ന് ഒരു തവണയെങ്കിലും ആ പോർഷൻസ് വായിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഗ്രഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു തവണ, 1-2 തവണ മിനിമം അത് വായിക്കുന്നത് ആത്മാർത്ഥമായി വചനം പഠിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വെറുതെ ഒരു വചനം കേട്ട് നമ്മുടെ സമയം കളയുവാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, ദൈവവചനം പഠിക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ കിട്ടുന്ന ഈ ഒരു ദിവസം അതിനുവേണ്ടി കൂടെ ഒരല്പ സമയം നിങ്ങൾ ആഴ്ചയിൽ ആ ഒരു പോർഷൻ വായിക്കുവാനും ധ്യാനിക്കുവാനും സമയം വേർതിരിച്ചാൽ അത് ഏറ്റവും ഉത്തമമായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച ഈ ഒരു പോർഷന്റെ 29-ാമത്തെ വാക്യം, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഒരു പോർഷൻ മാത്രമേ നമ്മൾ പറഞ്ഞ് നിർത്തുവാനിടയായി തീർന്നുള്ളൂ. ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ അവനെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു പോർഷൻ ഞാൻ വീണ്ടും വലിയ വിശദമായിട്ട് പറയുന്നില്ല, എങ്കിലും അതിന്റെ ഒരു സമ്മറി മാത്രം പറയാം. ഇത് ജൂയിഷ് ഓഡിയൻസിനോടാണ് താൻ ആദ്യമേ ഇത് സംസാരിക്കുന്നത്. യഹൂദ ഒരു ജനം തന്റെ മുൻപിലുണ്ട്. അപ്പൊ ഈ ജനത്തോട് പറയുകയാണ്, ഇവനാണ് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ആ ജനത്തിന്റെ പെട്ടെന്ന് മനസ്സിൽ വന്ന ആ ചിത്രം 3 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഒന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ പെസഹ കുഞ്ഞാട് അല്ലെ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുൻപായി അവരെ അടിമനുഖത്തിൽ നിന്ന് അവര് ദീർഘവർഷങ്ങൾ കഷ്ടമനുഭവിച്ചപ്പോൾ ആബീബ് മാസം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ വേർതിരിച്ചു നിർത്തി
14-ാം തീയതി അതിനെ അറക്കുകയാണ്. 4 ദിവസം സൂക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞാട്. പഴയ നിയമത്തിന്റെ യാഗത്തെക്കുറിച്ചും പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കുറിച്ചും പഴയ നിയമത്തിലെ ദേവാലയത്തെക്കുറിച്ചും ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ക്ലാസ്സുകൾ ദൈവം നമുക്ക് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാല് നമ്മൾ ദൈവ കുഞ്ഞാടിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ, ഇവരാദ്യത്തെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്ന പെസഹ കുഞ്ഞാടിനെയാണ്. ഓരോ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും യാഗം, ഈ ആട്ടിൻകുട്ടിയുടെ ചോര തെളിക്കുമ്പോൾ ദൂതൻ അവിടെ നിന്ന്, സംഹാരകൻ അവിടെ നിന്ന് കടന്നുപോയി ഇസ്രായേൽ ജനത്തിന് രക്ഷ വന്ന ഒരു രാത്രിയെ കുറിച്ച് 12-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഓർത്തത് ആ കുഞ്ഞാടാണോ ഈ കുഞ്ഞാട്? സ്തോത്രം. ആ കുഞ്ഞാടിനെ കുറിച്ചാണോ യോഹന്നാൻ വിരല് ചൂണ്ടി പറയുന്നത്? എന്താ അവിടെ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2 യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 7-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ പ്രവചനമായിരുന്നു. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായെ തുറക്കാതിരുന്നു. അപ്പോൾ രണ്ടാമത് ആ യഹൂദന്മാരുടെ മനസ്സിൽ വന്നത് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ആ സഫറിംഗ് സെർവന്റിനെ കുറിച്ച്, ആ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ദാസനെ കുറിച്ച്, മാനവജാതിയുടെ പാപത്തെ വഹിക്കുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ച്. ഹല്ലേലൂയ. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്, രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാട്. ആ കുഞ്ഞാടാണോ ഈ നിൽക്കുന്ന യേശു കർത്താവ് എന്ന് അവരുടെ മനസ്സിൽ ഒരു ചിന്ത വരുവാനിടയായി തീർന്നു. മൂന്നാമത്തെ ചിന്ത വന്നത് പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വേദഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വായിക്കുവാനിടയായി തീർന്നു. എന്താണ് അവിടെ വായിച്ചത്? ഓരോ ദിവസവും ഇസ്രായേൽ മക്കൾ രാവിലെ ഒരു ആട്ടിൻകുട്ടിയെയും വൈകുന്നേരത്ത് ഒരു ആട്ടിൻകുട്ടിയെയും നിത്യ നിയമമായി അവര് എവ്രി ഡേ ചെയ്തുകൊണ്ടിരുന്ന ഒരു യാഗമുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ദ സിൻ ഓഫറിംഗ്, പാപയാഗം അർപ്പിക്കണമായിരുന്നു. മനുഷ്യന്റെ പാപത്തിനു വേണ്ടി, മനുഷ്യൻ ദൈനംദിനം ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുന്ന, ഹല്ലേലൂയ, രാവിലെയും വൈകിട്ടും അർപ്പിക്കപ്പെടുന്ന ഒരു കുഞ്ഞാടിനെ കുറിച്ച് അവർക്ക് ഏവർക്കും അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞാടാണോ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന യേശു കർത്താവ് എന്ന് അവരുടെ മനസ്സിൽ ചിന്ത വരുവാനിടയായി തീർന്നു. അപ്പൊ സത്യത്തിൽ യോഹന്നാൻ സ്നാപകൻ വിരൽ ചൂണ്ടിയ ഈ 3 കാര്യം കൂടെ ഉൾക്കൊടുത്തി ഒരു മനുഷ്യനിൽ അവൻ പോയിന്റഡ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ എല്ലാ വർഷവും നിങ്ങൾ ആചരിക്കുന്ന ഒരു പെസഹ പെരുന്നാളില്ലേ, എന്തിനു വേണ്ടി അത് ആചരിക്കുന്നത്? നിങ്ങൾ മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെട്ട ദിനത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു ആട്ടിൻകുട്ടി അറക്കുന്നില്ലേ? അതിന്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ ആ പീഡിപ്പിക്കപ്പെട്ട ആ ദാസനില്ലേ, രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ നിൽക്കുന്ന ആ ആട്ടിൻകുട്ടിയാണ് ഈ നിൽക്കുന്ന യേശു ക്രിസ്തു. അതുമാത്രമല്ല, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് പകരമായി യാഗമായി തീരുന്ന, നിങ്ങൾ ദൈനംദിനം ചെയ്യുന്ന പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആട്ടിൻകുട്ടിയില്ലേ, അതിന്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ. പഴയ നിയമത്തിൽ കാണുന്ന സകല യാഗത്തിന്റെ ദ സാക്രിഫിഷ്യൽ സിസ്റ്റവും ഈ ഒരൊറ്റ മനുഷ്യനിൽ വന്നു ചേരുകയാണ്, കർത്താവായ യേശു ക്രിസ്തു. അതാണ് അവൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്തോത്രം. അപ്പൊ ഈ വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു തുടങ്ങിയത്. സ്തോത്രം. അതിനെ തുടർന്ന് അതേ വാക്യത്തിൽ നമ്മളൊരു 3 കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ മനസ്സിലായി. അത് മാത്രമല്ല, നമ്മളോട് വായിക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താണ് ഈ ലോകം? ഈ ലോകം എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു യൂണിവേഴ്സ് സ്കോപ്പ് ആയിട്ടാണ് പറയുന്നത്. യൂണിവേഴ്സൽ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല. ചിലരിത്
മറ്റൊരു രീതിയിൽ തെറ്റായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഇത് ഇസ്രായേലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. വളരെ തെറ്റാണ്. ഇസ്രായേലിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല. ഇനി കാരണം അങ്ങനെ പറയുവാണെങ്കിൽ കൂടിയും അവിടെയും പ്രശ്നമുണ്ട്. കാരണം ഈ യോഹന്നാൻ സ്നാപകൻ ഇത് വിളിച്ചു പറയുമ്പോൾ ഇസ്രായേൽ ജനത മുഴുവനും കേട്ടിട്ടില്ല. അവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. അപ്പൊ ലോകത്തിന്റെ പാപം എന്ന് പറയുമ്പോഴത്തേന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ വരുമ്പോൾ ഈ കേട്ട ആൾക്കാരോട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വാക്യത്തിന്റെ അർത്ഥം ലോകം എന്ന് പറയുമ്പോൾ സകല മാനവജാതിയെയും ഉൾക്കൊള്ളിച്ചാ പറയുന്നത്. സകല മാനവജാതികളെയും, ലോകത്തിന്റെ സകല വ്യക്തികളെയും, സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ, രാജ്യങ്ങൾ വ്യത്യാസമന്യേ, മതങ്ങളും ജാതികളും വ്യത്യാസമന്യേ, സകല ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ലോകം ശിഷ്യന്മാരെ മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, ദ കോസ്മോസ്, ഓൾ എൻറ്റയർ സിസ്റ്റം ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ സകല സിസ്റ്റത്തെയും ഉൾക്കൊള്ളിച്ചു പറയുകയാണ്. ദൈവത്തോട് മറുതലിച്ചു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തെ മുഴുവനും വിളിച്ചു പറയുകയാണ് ലോകത്തിന്റെ പാപം. എങ്ങനെ ഇത് മനസ്സിലാകുന്നേ? ഇത് നമ്മള് ഒരു അധ്യായം കൂടി കഴിഞ്ഞ് 3:16 നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമല്ലേ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ലോർഡ്. ലോകത്തെ സ്നേഹിച്ചു. സകല മാനവജാതിയെ ഉൾക്കൊള്ളിച്ചു പറയുകയാണ്. ഇതാ ലോകത്തിന്റെ അടുത്ത ഭാഗം എന്താ? പാപം. ദ സിൻ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ. സിംഗുലർ ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. സിൻസ് അല്ല, ദ സിൻസ് ഓഫ് ദ വേൾഡ് എന്നല്ല, ദ സിൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്കിലെ ഹമാർഷ്യ എന്നാ പറയുന്നത്. ഹമാർഷ്യ ഈ ഹമാർഷ്യ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ദൈനംദിനം ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളെ അല്ല അത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളം പറഞ്ഞു, തെറ്റായിട്ട് നോക്കി, മറ്റുള്ളവരെ അസൂയ, അല്ലെ ആരെങ്കിലും അടിച്ചു, മദ്യപിച്ചു, അല്ലെ ഒരു സിഗരറ്റ് വലിച്ചു, ഈ ഒരു പാപങ്ങളെ അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഈ പാപം അല്ലെന്നല്ല, പക്ഷെ ഇവിടെ പറയുന്നത് ദ സിൻ എന്ന് പറയുന്നത് ദ കണ്ടീഷൻ ഓഫ് ദ സിൻ എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്യുന്നതിന്റെ മൂലകാരണം, ദ പവർ ഓഫ് ദ സിൻ, ദ റൂട്ട് പ്രോബ്ലം ഓഫ് ദ സിൻ, ദ വേര്, അതിന്റെ വേര്, നമ്മളൊരു വൃക്ഷത്തിന്റെ വേരിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏതാണ് ഇതിന്റെ റൂട്ട് കോസ്? ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്, വേരിനെയാണ്. നോട്ട് ദ ഫ്രൂട്ട് ബട്ട് ദ റൂട്ട്. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ഈ ചെതലിന്റെ പ്രയാസമുണ്ട്. അറിയാമല്ലോ, ചെതല് അല്ലെ? ചെതലിന്റെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഈ അലമാരിയുടെ ഒക്കെ പുറകിൽ, തടി അലമാരി, അതിന്റെ പുറകിൽ ഭിത്തിയെ പെർമനന്റ് ഫിക്സ് ചെയ്ത ഈ തടി അലമാരിയുടെ പുറകിൽ ഈ ചെതലിന്റെ പ്രയാസമുണ്ട്. ഈ ചെതല് വർദ്ധിച്ചു വന്നപ്പോൾ ഇതിനകത്ത് ചിറക് വെച്ച് ചെതലൊക്കെ പറക്കാൻ തുടങ്ങി. വീട് മുഴുവനും മഹാമോശമായി. ഇത് വല്ലാത്തൊരു ടെൻഷനായി മാറി. ഇതിനെ എങ്ങനെ തുരത്തും? പല ഹിറ്റ് സ്പ്രേ അടിച്ചു നോക്കി, പാറ്റയെ കൊല്ലുന്ന ഈ സ്പ്രേ ഒക്കെ അടിച്ചതിനെ എങ്ങനെയും ഒതുക്കാൻ നോക്കി. ഒരു രക്ഷയില്ല. 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഇരട്ടിയായിട്ട് വർദ്ധിക്കുക. ഇത് പെറ്റു വരികയെ. അവസാനം ഒരു കമ്പനിക്കാരുമായിട്ട് പരിചയപ്പെടാനിടയായി. അവരുടെ കയ്യിൽ ഒരു ജർമ്മൻ ടെക്നോളജിയുണ്ട്. അവരെന്നാ ചെയ്ത് വീടിന്റെ ബേസ്മെന്റിൽ ഈ ഹോൾ ഇട്ട് ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് മരുന്ന് വെക്കും. വീട് മുഴുവനും ഡ്രില്ല് ചെയ്തു, ഏറ്റവും ബേസ്മെന്റിൽ. എന്നിട്ട് അവരുടെ സ്പ്രേ എല്ലാം അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചെതലിന്റെ എല്ലാ പ്രയാസവും മാറി. ദീർഘമാസങ്ങൾ ആ ചെതലിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ചെതല് മാറാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു? അതിന്റെ ബേസിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ യോഹന്നാൻ പറയുന്നത് യേശു കർത്താവ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദ ഫ്രൂട്ട് ഓഫ് ദ സിൻ അല്ല, ദ റൂട്ട് ഓഫ് ദ സിന്നിനെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നിന്ന് പാപത്തിന്റെ സ്വാധീനം ചെലുത്തുന്ന സകല ദ പവർ ഓഫ് ദ കണ്ടീഷൻസ്, ഓൾ ദ പവേഴ്സ്, ഓൾ ദ കണ്ടീഷൻസ്, ഓൾ ദ റൂട്ട് പ്രോബ്ലംസ്, അതിനെ വേരോടെടുത്ത് കളയുവാനാണ് യേശു കർത്താവ് വന്നിരിക്കുന്നത്.
സ്തോത്രം. മനസ്സിലായോ? അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വന്നത് നമ്മുടെ പാപങ്ങളുടെ പരിഹാരം എന്ന് പറയുമ്പോൾ എന്റെ ദൈനംദിനം വന്ന ഓരോ ദിവസം വരുന്ന പാപത്തെ കുറിച്ചല്ല, എന്നിൽ പാപത്തിന്റെ സ്വാധീനം പോലും ഉണ്ടാകാതിരിക്കാൻ സ്തോത്രം അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ പാപത്തെ വിട്ട്, പാപചിന്തകളെ വിട്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ കരം പിടിച്ചുള്ള ജയകരമായ ജീവിതത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. സ്തോത്രം. നമ്മൾ എന്താ തുടർന്ന് വായിക്കുന്നത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന, ഗ്രീക്കിലെ ഏറോ എന്നാ പറയുന്നത്, AIRO, ഏറോ, ടേക്സ് അവേ എന്ന് പറയുമ്പോൾ അത് പണ്ടെങ്ങോ നടന്ന ഒരു സംഭവമല്ല, അതിന് പ്രസന്റ് ടെൻസിന്റെ ഈ വാക്കാണുള്ളത്, ആക്റ്റീവ് വോയിസ് ആണ്. പണ്ടെന്നോ 2000 വർഷങ്ങൾക്ക് മുൻപേ കാൽവറിയിൽ യാഗമായി തീർന്ന അന്നത്തെ ജനതയ്ക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു, അന്നത്തെ ജനങ്ങളുടെ പാപങ്ങളെ ചുമന്നു എന്നതല്ല. ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് ആക്ഷൻ. ഇന്നിന്റെ പാപത്തെയും ചുമക്കുവാൻ കാൽവറി ക്രൂശിന്റെ രക്തം മതിയായതാണ്. നാളെ ഇനി വരാൻ പോകുന്ന ജനതയുടെ പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ യേശു കർത്താവ് ക്രൂശിതനാണ്. ഇതാ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് പാപത്തിലും നിങ്ങളെ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? നമ്മള് സുവിശേഷങ്ങളിലെ സ്തോത്രം ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, മുറുകെ പറ്റുന്ന പാപം. സ്തോത്രം. ദൈവജനത്തെ മുറുകെ പറ്റുന്ന ഏതെങ്കിലും പാപം ഉണ്ടെങ്കിൽ, അല്ലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഇത് നാളെ ഓൺലൈൻ മീഡിയയിലൂടെ ഒക്കെ അനേക പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ കേൾക്കാൻ സാധ്യത കാണും. നിങ്ങൾ ഏതെങ്കിലും പാപത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാതെ നിങ്ങൾ വല്ലാതെ മാനസികമായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിന്റെ ദ റൂട്ട് കോസ് ഓഫ് ദ സിന്നിനെ എടുത്തു കളയുവാനാണ് കർത്താവ് വന്നത്. അത് പണ്ടെങ്ങോ നടന്നത് മാത്രമല്ല, ഹല്ലേലൂയ, അവൻ ഇന്നലെയും ഇന്നും നാളെയും ഹല്ലേലൂയ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ, നിന്നെ മോചിപ്പിക്കുന്ന ഒരു ദൈവമാ, നിന്നെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം. സ്തോത്രം. അതാണ് നമ്മള് 29-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. തുടർന്ന് നമ്മൾ താഴോട്ട് വരുമ്പോൾ അതിന്റെ 32 മുതൽ 34 വരെയുള്ള വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്നാനത്തെ കുറിച്ച്. സ്നാനത്തെ ഞാൻ മുമ്പേ വായിച്ചല്ലോ, 32 മുതൽ 34 വരെയുള്ള ഭാഗം അല്ലെ. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞ, ആത്മാവ് പിന്നെയും ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഇത് ആരുടെ മേൽ വസിച്ചു? ഇത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം നിങ്ങൾ ഈ സ്നാനത്തെ ഇതിനെ കണക്ട് ചെയ്ത് നിങ്ങൾ മത്തായി സുവിശേഷം 3:17 കൂടെ നോക്കണം. അവിടെ കാണുന്നത് 3 ദൈവത്തിന്റെ ആളത്വത്തെ കാണാൻ പറ്റും. പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പുത്രന് സ്നാനപ്പെടുന്നു. അപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യമായി ട്രിനിറ്റിയെ റെക്കോർഡ് ചെയ്ത ഒരു ഭാഗമാണ്, തൃത്വത്തെ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. തൃത്വത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നീട് എടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ പ്രമുഖപുരം മാത്രമേ പറഞ്ഞുള്ളൂ. സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പുത്രൻ സ്നാനപ്പെടുന്നു. ചിലരിത് വണ്ണസ് വിശ്വസിക്കുന്നവർ മറ്റൊരു രീതിയിലാണ് വിശ്വസിക്കുന്നത്. എന്നാല് വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വ്യതിരിക്ത വ്യക്തികളെ ഏകത്വത്തിൽ ഒന്നിപ്പിക്കുന്ന ആ ഒരു ഡിവിനിറ്റിയാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 3 വ്യക്തികൾ, ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇത് 3 വ്യക്തികളെയും വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ ട്രിനിറ്റിയെ, തൃത്വത്തെ വരച്ചു കാണിക്കുന്ന ആദ്യത്തെ സംഭവം യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈ ഭാഗത്താണ്. സ്തോത്രം.
ഇനി നമ്മള് 34 വാക്യം എങ്ങനെയാണ് ആ ഒരു പോർഷൻ അവസാനിപ്പിക്കുന്നത്? അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. കണ്ട, വീണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു വാക്ക് വീണ്ടും വന്നിരിക്കും, മാർട്ടൂറിയോ. മാർട്ടൂറിയോ 19 വാക്യത്തിലാണ് ഇതിനു മുമ്പേ നമ്മൾ കണ്ടത് അല്ലേ? സാക്ഷ്യം വഹിക്കുക, ടെസ്റ്റിഫൈ ചെയ്യുക. ഇതൊരു ലീഗൽ സ്റ്റേറ്റ്മെന്റ്, ഒരു ലീഗൽ ലാംഗ്വേജ്. ഒരു കോടതിയുടെ മുറിയിൽ നമ്മൾ ഒരു കോടതിയുടെ ആ ഒരു കോർട്ട് കേസിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ വന്ന് നിന്ന് ഒരാൾ പറയുകയാണ്, ഞാൻ കണ്ടു, ഞാൻ കണ്ടത് ഞാൻ സാക്ഷ്യം പറയുന്നു, അല്ലെ? ഐ വിറ്റ്നസ്. യോഹന്നാൻ ഇവിടെ തന്നെ ഐ വിറ്റ്നസ് പറയുക, ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ യോഹന്നാൻ സുവിശേഷം ഇവിടെ ഒരു കോടതി ഉണ്ടാക്കിയിരിക്കുക. നമ്മൾ തുടങ്ങിയപ്പം പറഞ്ഞു, നമ്മളൊരു കോർട്ടിലോട്ട് കയറുമ്പോൾ സാക്ഷ്യത്തിന് പിന്നാലെ സാക്ഷികൾ വന്നുകൊണ്ടിരിക്കുക, അല്ലെ? വിറ്റ്നസ് ആഫ്റ്റർ വിറ്റ്നസ് സ്റ്റെപ്സ് ഫോർവേഡ് ആൻഡ് ടെസ്റ്റിഫൈ അണ്ടർ ആൻ ഓത്ത്, അല്ലെ? കോടതിയിൽ അങ്ങനെയല്ലേ? എപ്പോഴും ഞാൻ ദൈവനാമം ചൊല്ലിയൊക്കെ സത്യം പറയും. ഇവിടെ ആദ്യത്തെ സാക്ഷി പറയാൻ വന്നിരിക്കുന്നത് യോഹന്നാൻ സ്നാപകനാണ്. ഔപചാരികമായ ഒരു സാക്ഷ്യം അവിടെ പറയുക, ഞാൻ കണ്ടു, അത് ഞാൻ സാക്ഷീകരിക്കും. ഇതൊരു ലീഗൽ സ്റ്റേറ്റ്മെന്റ് തുല്യമാണ്. ഞങ്ങൾ കണ്ടത് ഞങ്ങൾ സാക്ഷീകരിക്കുക. ഓരോ ദൈവമക്കളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ കണ്ടത്, നിങ്ങൾ എന്താണോ രുചിച്ചറിഞ്ഞത്, ഇതിനു വേണ്ടി നിങ്ങൾ സാക്ഷികളാകണം. ആദ്യത്തെ സാക്ഷിയായത് യേശു കർത്താവിന്റെ ആദ്യത്തെ വിറ്റ്നസ് ആയത് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകന്. അത് കഴിഞ്ഞ് എത്രയോ സാക്ഷികൾ വന്നു. ഇന്നും അനേക സാക്ഷികൾ ലോകമെമ്പാടുമുണ്ട്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതാ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുക. ഹല്ലേലൂയ, മാർട്ടീരിയോ ആയിത്തീരുക എന്നുള്ളതാണ്. സ്തോത്രം. അടുത്ത പോർഷന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 35 വാക്യം മുതൽ 42 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. 35 മുതൽ 42. ഞാൻ വേഗത്തിൽ വായിക്കാം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞാൻ മശിഹെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും, അത് പത്രോസ് എന്നാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 7 കാര്യം ഇവിടെ പറയുന്നുണ്ട്. 7 കാര്യം. എത്ര കാര്യം? 7 കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു പോർഷന്റെ 7 കാര്യം ഞാൻ കൺസൈസ് ആയിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ഇത്രയും പോർഷൻ വായിച്ചതിനകത്ത് ഈ യോഹന്നാൻ സ്നാപകൻ യേശു വരുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് ഒന്നാമത് നടക്കുന്നത്. രണ്ടാമത് നടക്കുന്നത്, ഇത് കേട്ടിട്ട് യോഹന്നാന്റെ 2 ശിഷ്യന്മാര് യോഹന്നാനെ വിട്ടിട്ട്, യോഹന്നാൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനാണ് കേട്ടോ, യോഹന്നാൻ സ്നാപകനെ വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുക. രണ്ടാമത്. മൂന്നാമത് നടക്കുന്നത്, യേശുവിന്റെ പുറകെ ഇവര് വരുന്നത് കണ്ടിട്ട് യേശു തിരിഞ്ഞു ചോദിക്കുക, നിങ്ങൾക്ക് എന്നാ വേണ്ടിയത്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നേ? നാലാമത്, യേശുവിന്റെ ഈ ചോദ്യത്തിന് അവര് മറുപടി പറയുക, നീ എവിടെ പാർക്കുന്നത് എനിക്കൊന്ന് അറിയണം, നീ എവിടെ പാർക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. അഞ്ചാമത്, അവര് ചോദിച്ചതിന് കർത്താവ് പറയുന്ന ഒറ്റ വാക്കാണ്, വന്ന് കാൺമീൻ, വന്ന് കാൺമീൻ. ആറാമത്തെ കാര്യം, അവർ യേശുവിന്റെ കൂടെ പോകുന്നു, യേശുവിന്റെ കൂടെ താമസിക്കുന്നു. അവരുടെ ജീവിതം ആകെ മാറി പറയുകയാണ്. ഏഴാമത് കാണുന്നത്, അവരിൽ ആ 2 പേരിൽ ഒരുത്തനായ അന്ത്രയോസ് വേഗത്തിൽ പത്രോസിനെ കൂട്ടിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടിരുന്ന കാര്യം. മനസ്സിലായാലോ? 7 കാര്യം ഈ ഒരു പോർഷനകത്ത് 35 മുതൽ 42 വരെ വായിച്ച
ഈ ഒരു പോർഷനകത്ത് ഇതാണ്. ഇപ്പൊ എന്താണ് നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായി? നിങ്ങൾ ഈ പാറ്റേൺ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ഈ പറയുന്നത് ഈ പാറ്റേണിനകത്ത് എന്താ സംഭവിക്കുന്നത്? ആരൊക്കെയോ യേശുവിങ്കിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ കാണിച്ചതുപോലെ. എന്താ കാണിക്കുന്നത്? അവനാണ് ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെ ലോകത്തിൽ പലരും കാണിക്കുന്നുണ്ട്. ആരൊക്കെയോ ചൂണ്ടിക്കാണിച്ച യേശുവിങ്കിലേക്ക് നോക്കിയാണ് നമ്മൾ പലരും യേശുവിനെ അനുഗമിക്കാനിടയായത്. അപ്പൊ ആരൊക്കെയോ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലേ? ആരൊക്കെയോ അവനെ അനുഗമിക്കുന്നുണ്ട്. ഈ അനുഗമിച്ചവരൊക്കെ യേശു ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ നടക്കുന്നുണ്ട്. കർത്താവുമായിട്ടൊരു ഒരു 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 ബന്ധം, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള സംസർഗത്തിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിക്കും. ഇനി ഈ മാറ്റം സംഭവിച്ചവർക്ക് എന്താ സംഭവിക്കുന്നത്? അവര് പോയി അടുത്ത ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരിക. ഇതിന് പറയുന്നത് DNA ഓഫ് ദ ഗോസ്പൽ എന്നാണ്. DNA ഓഫ് ദ ഗോസ്പൽ. സുവിശേഷം സ്പ്രെഡ് ആകുന്നതിന്റെ DNA എന്ന് പറയുന്നത് ഇതാ. ആരൊക്കെയോ ചൂണ്ടിക്കാണിച്ചു, ഇത് കേട്ടിട്ട് ആരൊക്കെയോ ഫോളോ ചെയ്തു. ഫോളോ ചെയ്തവർ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടായി. മാറ്റമുണ്ടായവർ വേറൊരാളെയും കൂടി കൂട്ടിക്കൊണ്ടുവരികയാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ മാറ്റം വന്നത് ഒരുപക്ഷെ പ്രോഗ്രാമിലൂടെ അല്ല, ആർഗ്യുമെന്റ്സിലൂടെ അല്ല, വാദപ്രതിവാദങ്ങളിലൂടെ അല്ല. ജസ്റ്റ് ത്രൂ എ സിമ്പിൾ ചെയിൻ ഓഫ് പേഴ്സണൽ ടെസ്റ്റിമണി, വ്യക്തിപരമായ ചില സാക്ഷ്യം മൂലം, യേശുക്രിസ്തുവിനെ കണ്ടത് മൂലം ജീവിതത്തിന് മാറ്റം വരികയും. നിങ്ങൾ നോക്കണം, യോഹന്നാൻ പറയുക ഇവനാണ് ലോകത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേർക്ക് മനംമാറ്റം ഉണ്ടായി. അവർ വേഗത്തിൽ യേശുവിന്റെ പുറകെ പോവുകയാ. യേശുവിന്റെ പുറകെ പോകുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട്? വാട്ട് യു ആർ സീക്കിംഗ് ഫോർ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ കർത്താവിന്റെ പുറകെ ആദ്യമായിട്ട് ഒരാൾ വരുമ്പോൾ ഈ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഈ സുവിശേഷത്തിൽ കർത്താവിന്റെ ഫസ്റ്റ് ടോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്, ഈ ഫസ്റ്റ് ടോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. എന്താ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? വാട്ട് ഡു യു വാണ്ട്? കർത്താവ് ഒരിക്കലും അവിടെ ഒരു പ്രസംഗം പറഞ്ഞ് 2 മണിക്കൂറത്തെ പ്രസംഗം പറഞ്ഞല്ല തുടങ്ങിയത്. ഒരു കൽപ്പനയൊന്നും, ഒരു കമാൻഡ് ഒന്നും കൊടുത്തിട്ടല്ല തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഞാനാണ് ദൈവപുത്രൻ, എല്ലാവരും ഇന്നു മുതൽ എന്നെ ആരാധിക്കണം എന്തെന്ന് പറഞ്ഞല്ല തുടങ്ങിയത്. ഇനി ഒരു പ്രസ്താവനയും നടത്തിയില്ല, ഒരു ഡിക്ലറേഷനും നടത്തിയില്ല. ഉദാഹരണത്തിന് കർത്താവ് പറയുകയായിട്ട്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം, ഞാനാണ് ദൈവത്തിന്റെ പുത്രൻ, ഞാനാണ് സാക്ഷാൽ വചനം എന്നൊരു ഡിക്ലറേഷനും നടത്തിയില്ല. കർത്താവ് നേരെ ആ വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഈ ചോദ്യം ഇന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മനുഷ്യരെല്ലാം അസ്വസ്ഥരാണ്. ലോകത്തിലെ സകല മനുഷ്യരിലും സംതിങ് ഈസ് പ്രോബ്ലം ക്രിയേറ്റിംഗ് ഇൻസൈഡ്. എന്നാൽ നിങ്ങളുടെ തൊട്ടടുത്തിരുന്ന് യേശു ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്തായിരിക്കും? സ്തോത്രം. ഒരു നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കാമോ, ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ എന്തായിരിക്കും എന്റെ കർത്താവിനോട് മറുപടി പറയുന്നത്? സ്തോത്രം. 38-ാം വാക്യം അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. അവർക്ക് എന്താ അറിയേണ്ടിയേ? നീ എവിടെ പാർക്കുന്നേന്ന്. ആ ചോദ്യം കേട്ടാൽ നിങ്ങൾക്ക് എന്തു മനസ്സിലായി പ്രിയപ്പെട്ടവരെ? ഇവർ യോഹന്നാൻ സ്നാപകനെ വിട്ടുപോരുമ്പോൾ, ടാറ്റ ഗുഡ് ബൈ പറഞ്ഞു പോരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, കർത്താവേ ഇനി തിരിച്ച് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനാകുവാൻ ഇടവരരുത്, ഞങ്ങൾ ഇനി അനുഗമിച്ച ക്രിസ്തുവിന്റെ പുറകെ പോകുവാനേ ഇടവരാവേ എന്നൊരു ചിന്തയും കൊണ്ട് അവർ അവിടുന്ന് ഇറങ്ങുന്നേ. അവർ ചോദിക്കുന്ന, യേശുവേ നീ എവിടാ പാർക്കുന്നേ?
എന്ന് പറഞ്ഞാൽ കർത്താവെ, ഇനിയുള്ള ശിഷ്ടകാലം മുഴുവനും ഞങ്ങൾ നിന്റെ കൂടാന്ന് അർത്ഥം. സ്തോത്രം. ഇതാണ് റിയൽ റിപ്പന്റൻസ്. യഥാർത്ഥ മാനസാന്തരം വന്നവന് പിന്നെ ഒരു തിരിഞ്ഞുനോട്ടമില്ല. They spend their whole life with Jesus. That is a real conversion. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് അതാ പ്രിയപ്പെട്ടവരെ. ശിഷ്യന്മാർക്ക്, ഈ ആദ്യം വന്ന ഈ 2 ശിഷ്യന്മാർക്ക് യേശു താമസിക്കുന്ന വീടറിയണം. അവർക്ക് ഇത് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമില്ല. ഒരു പറയുന്ന കർത്താവ്, ഞങ്ങൾക്ക് ദൈവം തരുന്ന ആയുഷ്കാലം മുഴുവനും നിന്റെ കൂടെ ജീവിക്കണം, നിന്റെ നല്ല ശിഷ്യരായിട്ട് തീരണം. അതിലൊരു മനോഹരമായ ഒരു പാട്ടുണ്ട്. I have decided to follow Jesus, not turning back. The cross before me and the world behind me. Not turning back. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ, ലോകസ്നേഹം നിങ്ങളെ പിന്നെയും പുറകോട്ട് മാടി വിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ വന്ന മാനസാന്തരം എങ്ങനെയെന്ന് നിങ്ങൾ ആത്മപരിശോധന ചെയ്യണം. ഈ കർത്താവിന്റെ കൂടെ ശിഷ്ടകാലം താമസിക്കുവാൻ, അവനോട് കൂടെ ജീവിപ്പാനാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ഈ കണ്ട ആദ്യത്തെ ഈ 2 പേര്, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുമ്പോൾ അവർക്കിനി തിരിച്ചു വരണ്ട, നീ താമസിക്കുന്ന എവിടെ നിന്ന് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ മതി. സ്തോത്രം. അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷൻ മോഡലാണ് അടുത്ത ഭാഗം. യേശു അവരോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? വന്ന് കാണീൻ, കം ആൻഡ് സീ. ദാറ്റ് ഈസ് ദ ഇൻവിറ്റേഷൻ. കർത്താവ് അവർക്ക് തന്റെ അഡ്രസ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രത്യേകമായിട്ടൊരു ബംഗ്ലാവോ വീടോ അങ്ങനെയൊന്നും ഇല്ല. ചെല്ലുന്നിടത്ത് എവിടെയാണോ റെസിഡൻസ്, അവിടെയാ റെസിഡൻസ്, അല്ലേ? അതിലെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആകാശത്തിലെ പറവകൾക്ക് വീടുണ്ട്, അല്ലേ? എന്നാൽ മനുഷ്യപുത്രന് തലയായിപ്പാൻ എന്തില്ല? സ്ഥലമില്ല. പ്രത്യേകിച്ച് ഒരു അഡ്രസ് പറയാനില്ല. കർത്താവ് പറഞ്ഞു വന്ന് കാണുക. ഇനി ഇവര് വരുന്ന സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു, ആദ്യം ഞാൻ എന്റെ തിയോളജിക്കൽ ക്രെഡൻഷ്യൽസ് അല്ല നിങ്ങളെ ഒന്ന് വിവരിച്ച് കേൾപ്പിക്കാം. അങ്ങനെ വല്ലതും പറഞ്ഞോ? എന്റെ ദൈവശാസ്ത്രപരമായ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെയാണോ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞില്ല. പുറകെ വരുന്ന ആൾക്കാരെ കണ്ടിട്ട് എന്റെ ഡോക്ടറിനൽ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തരാം എന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ല. നിങ്ങൾ ഒപ്പിട്ടിട്ട് അക്സെപ്റ്റഡ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. യു കം ആൻഡ് എക്സ്പീരിയൻസ് ഫസ്റ്റ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നത്, യു കം ആൻഡ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഡിസൈഡ് ടു സ്റ്റേ ഓർ നോട്ട്. ഹല്ലേലൂയ. അവനെ കണ്ടവരാരും തിരിച്ചു പോയിട്ടില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ ആ വിളി കിട്ടിയവരാണ്. വന്ന് കാൺബീൻ. വന്നവരൊക്കെ കണ്ടു, കണ്ടവരൊന്നും തിരിച്ചു പോയിട്ടില്ല. സ്തോത്രം. അതാണ് ദൈവസ്നേഹം. ദിസ് ഇസ് ദ മോഡൽ ഓഫ് ഇവാഞ്ചലിസം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ എങ്ങനെ സുവിശേഷം പറയണമെന്നുള്ളതിന്റെ ബെസ്റ്റ് മോഡലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ മോസ്റ്റ് എഫക്റ്റീവ് മോഡൽ. സ്തോത്രം. ഒരു ആർഗ്യുമെന്റ് വിൻ ചെയ്ത് ഒരാളെ നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഒരു ഡിബേറ്റിലൂടെ ഒരാളെ തോൽപ്പിച്ചേച്ച് ഒരു ആത്മാവിനെ നേടാൻ പറ്റുമെന്നുള്ളത് വളരെ സംശയജനകമായ ഒരു കാര്യമാണ്. ഡിബേറ്റ്സ് ഒക്കെ അനിവാര്യമാണ്, നല്ല കാര്യമാണ്, പഠനാർത്ഥം. പക്ഷെ ഒരു ആത്മാവിനെ നേടണമെന്നുണ്ടെങ്കിൽ he should experience with the Jesus. യേശുവുമായിട്ടുള്ള ഒരാത്മബന്ധം അവനുണ്ടാകണം, ഒരു ടച്ച് സംഭവിക്കണം. അതിനുവേണ്ടി കർത്താവ് വിളിക്കുക, കം 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 ആൻഡ് സീ. അവൻ തിയോളജിക്കൽ ക്രെഡൻഷ്യൽസ് ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. നീ MDU പഠിച്ചാണോ, BTH പഠിച്ചാണോ, MTH കാരനാണോ, ഡോക്ടറേറ്റ് കാരനാണോ, ഇതൊന്നും ദൈവത്തിന് അറിയണ്ട. നീ ഏത് കോലത്തിലാണെങ്കിലും ഇനി പോരാനാ കർത്താവ് വിളിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. തുടർന്ന് നമ്മളവിടെ 40-ാം വാക്യം 40-ാം വാക്യം മുതൽ 42-ാം വാക്യം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞത് 2 ശിഷ്യന്മാർ, അന്ത്രയോസിനെ പേരാണ് അവിടെ പറയുന്നത്. അന്ത്രയോസിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ 2 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം
കണ്ട് അവനോട്, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, അവിടെ പറയുന്ന ഒരു പ്രത്യേക വാക്ക്, ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നുണ്ട്, ആദ്യം എന്ന് പറഞ്ഞാൽ അന്ത്രയോസിന്റെ ജീവിതത്തിൽ മാറ്റം വന്നപ്പോൾ, യേശു കർത്താവുമായിട്ടുള്ള സംസർഗത്തിൽ അവന്റെ ജീവിതത്തിന് കാര്യമായ മാറ്റം വന്നു. അവന്റെ ജീവിതത്തിന് രൂപാന്തരം വന്നപ്പോൾ അവൻ ആദ്യം ചെയ്തത്, പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഓർമ്മ വന്നത് തന്റെ സഹോദരനെ കുറിച്ച്. സ്തോത്രം. ഇതാണ് പ്രിയപ്പെട്ടവരുടെ ഈ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടു സഹോദരനെയും കൂടെ ഓർക്കണം. ദൈവമേ, ഈ വലിയ സന്തോഷം, ഈ വലിയൊരു അത്ഭുതം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എന്റെ കൂട്ടു സഹോദരങ്ങളും കൂടെ അറിയണം. യോഹന്നാന് പെട്ടെന്ന് തന്റെ വീടിനെ കുറിച്ചുള്ള ചിന്ത വന്നു. ആദ്യം നിങ്ങളുടെ വീടിനെ നേടിയെടുക്കുക, ഭവനത്തെ നേടിയെടുക്കുക. സ്തോത്രം. നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെ നേടിയെടുക്കുക, അവരോട് ഈ സുവിശേഷത്തെ കുറിച്ച് പറയും. അപ്പൊ അന്ത്രയോസ് ഒരിക്കലും വിചാരിച്ചില്ല ഞാന് തിയോളജിക്കലി എല്ലാം പഠിച്ച് തികഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാമെന്നോ അല്ലെങ്കിൽ ഈ സത്യം വേറൊരാളോട് പറയാമെന്നോ അല്ല അന്ത്രയോസ് വിചാരിച്ചത്. അവൻ ഈ എൻകൗണ്ടർ ഉണ്ടായപ്പം മുതൽ അവന്റെ ജീവിതത്തിൽ വന്ന ഒരു ആത്മസന്തോഷത്താൽ അന്ത്രയോസിന് തോന്നി, ഈ സന്തോഷം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എന്റെ സഹോദരനും കൂടെ അറിയണം. സ്തോത്രം. എല്ലാ ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ട് സുവിശേഷം പറയാൻ പോകാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഒരു ആയുസ്സില്. സ്തോത്രം. അന്ത്രയോസ് ഒരിക്കലും വിചാരിച്ചില്ല ബൈബിൾ മുഴുവനും പഠിച്ചിട്ട് ഞാൻ സാക്ഷിയാകാവുന്ന, അങ്ങനെയല്ല വിചാരിച്ചത്. തനിക്കൊരു കൺവീനിയന്റ് ടൈം നോക്കിയല്ല പോകാനിരുന്നത്. അടുത്ത ഓണത്തിന്റെ അവധിക്ക് പോകാമെന്നോ ക്രിസ്മസിന്റെ ഹോളിഡേസിൽ പോയി പറയാമെന്നോ ഒന്നുമല്ല. ദ ഫസ്റ്റ് തിങ്, അവൻ ഈ സന്തോഷം അറിഞ്ഞപ്പോ മുതൽ നേരെ ഓടിയ തന്റെ സഹോദരന്റെ അടുക്കലേക്ക്. സ്തോത്രം. നേരെ ഓടി അവനോട് പറയുക, എന്താ പറയുക, ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? എവിടെ കൊണ്ടുവന്നു? യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടിരിക്കും. അപ്പൊ യേശുവിനെ അറിയാൻ തിയോളജിക്കൽ ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സാക്ഷിയാവുക. നമ്മുടെ സഭയിലെ ഞാൻ ജോസ് ബ്രദറിനെ ഓർത്ത് പ്രത്യേക സ്തോത്രം ചെയ്തു. അദ്ദേഹത്തിന് ഈ ഒരു ശുഷ്കാന്തിയുണ്ട്. കൂട്ടു സഹോദരങ്ങളോട് പോയി സാക്ഷിയാകുക. ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് ദൈവസഭയിൽ വരും കൂട്ടു സഹോദരങ്ങളെ. സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. പ്രത്യേക കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. സാക്ഷിയാകുക. പ്രത്യാൽ ചിലപ്പോൾ പറയാനുള്ള ഡോക്ട്രിനൽ നോളജ് ഇല്ലായിരിക്കാം, പക്ഷെ ഒരു കാര്യം അറിയാം, താൻ അറിഞ്ഞ ദൈവ സന്തോഷം എന്റെ കൂട്ടു സഹോദരങ്ങൾ കൂടി അറിയണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദിസ് ഇസ് ദ വേ ഓഫ് ഗോസ്പൽ ഓർ ഇവാഞ്ചലിസം. 42-ാം വാക്യം അവിടെ പറയുന്നത്, പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു എന്താ അവരോട് നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അപ്പൊ ശീമോനെ കണ്ടപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് ആണ് ശീമോനുമായിട്ട്. അപ്പൊ ഈ ശീമോന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ പത്രോസിന്റെ ജീവിതവുമായിട്ട് ഒരു വലിയൊരു റെസ്റ്റോറേഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗം ഈ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിലുണ്ട്. 21 യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിനകത്തുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ ഈ പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസിൻ ആരാണെന്നുള്ള ബോധ്യം പത്രോസിന് യേശു കർത്താവ് വരുത്തുകയാണ്. പത്രോസിനെ ആദ്യം കണ്ടപ്പോൾ യേശു പത്രോസിനോട് പറയുകയാ, ശിമോനെ നീ ആരാന്നറിയാമോ? നിന്റെ പേര് പത്രോസ് എന്നാ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവനെ ഒരു ബോധം വരുത്തുക, നീ ഒരു പാറക്കഷ്ണമാണ്. കാരണം ഈ പത്രോസ് അഴലുന്ന ഒരു വ്യക്തിയാണ്. എല്ലാത്തിനും ഭയങ്കര തിടുക്കുക. മനസ്സിന് പ്രത്യേകിച്ച് ധൈര്യമൊന്നുമില്ല. സ്തോത്രം. എല്ലാത്തിനും എടുത്തു ചാടി സംസാരിക്കും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകും. പെട്ടെന്ന് പിന്മാറ്റത്തിൽ പോകേണ്ട ചില സാഹചര്യങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ വരും. എന്നാൽ അവനെ കണ്ട നാളിൽ കർത്താവിനോട് ഒരു പ്രവചനദൂത് പോലെ പറയുകയാണ്, ശിമോനെ നീ ആരാന്നറിയാമോ? നീ ഒരു പത്രോസ. സ്തോത്രം. ഈ ഒരു വാഗ്ദത്തം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് പത്രോസിലൂടെയാണ്. അത് പത്രോസിലൂടെ തന്നെ ആ ദൂത് നമുക്ക് തന്നെന്നുള്ളതാണ്. അത്
നിങ്ങൾ വായിക്കണം 1 പത്രോസ് 2-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങള്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 4 and 5. അവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. എന്താ പത്രോസ് പറയുന്നതെന്നറിയാമോ? നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നാ പറയുന്നത് സഭയോട്. അങ്ങനെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന. സ്തോത്രം. അപ്പൊ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയുന്ന ജീവനുള്ള കല്ലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരായി സ്ഥിരമാനസനായിരിക്കാൻ ദൈവം നമ്മൾക്ക് കൃപ നൽകുമാറാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ അതാണ് നമ്മൾ 35 മുതൽ 42 വരെയുള്ള വേദഭാഗം നമ്മൾ പഠിക്കുന്നത്. സ്തോത്രം. അടുത്ത ആ ഒരു അധ്യായത്തിന്റെ അവസാനത്തെ പോർഷനാണ് 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. അത് ഞാൻ 1 by 1 ആയിട്ട് ഞാൻ വായിച്ചു പോകാം. കാരണം ഒരുമിച്ച് വായിച്ചിട്ട് അത് വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇത് തികയുന്നില്ലല്ലോ. 43-ാം വാക്യം. അപ്പൊ അടുത്ത പോർഷൻ ഇങ്ങനെയാണ്. പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. കണ്ടോ, അത് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. എന്താണ് ചരിത്രം? ഫോളോ മീ എന്നൊരു ചരിത്രം. എന്നെ അനുഗമിക്കുക. സ്തോത്രം. ആരോടാ പറഞ്ഞത്? ഫിലിപ്പോസിനോട്. ഫിലിപ്പോസിനോട് പറയുമ്പോൾ ഫിലിപ്പോസ് എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ ആ പഴയ ഇവിടെ ഈ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതേ ഭാഗം തന്നെ നമ്മൾ ഇവിടെ കാണും. ദ സെയിം ചെയിൻ ഈസ് കണ്ടിന്യൂയിങ് അല്ലേ? ആ ചങ്ങൽ അതുപോലെ പിന്നെയും തുടരുകയാണ്. ഞാൻ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ പൊതുവെ നേരത്തെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ഫോളോ മീ എന്ന് പറയുമ്പോഴത്തേന് ഒരാൾ അങ്ങ് പുറകെ വരുവോ? റോഡിൽ കൂടെ ഒരാളോട് പോകുമ്പോൾ ഫോളോ മീ എന്ന് പറഞ്ഞാൽ ഒരാൾ വരുവോ? ഇതെങ്ങനെയാണ് ഫിലിപ്പോസ് വന്നത്? എങ്ങനെയാണ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ പിൻഗമിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു വാക്ക് നിങ്ങളത് ശ്രദ്ധിക്കണം. ആരെങ്കിലും നിങ്ങളോട് ആ വിഷയം ചോദിച്ചാൽ ആ ഒരു 2 വാക്ക് മാത്രമല്ല അവിടെ ഒതുങ്ങിയിരിക്കുന്നത്. ഇപ്പൊ യോഹന്നാൻ അതിനെ കംപ്രസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരുപക്ഷെ അതിന്റെ കോൺവെർസേഷൻ നടന്നേക്കാം. നമ്മൾ യോഹന്നാൻ അവസാനത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? കർത്താവ് ചെയ്ത അനേക കാര്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് എഴുതിയിട്ടില്ലെന്നാ പറയുന്നത് യോഹന്നാൻ, അല്ലേ? അപ്പൊ തന്റെ ടേണിംഗ് പോയിന്റ് മാത്രം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. 1:43 അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫുൾ കോൺവെർസേഷൻ അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 44-ാം വാക്യത്തിൽ നോക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ എവിടായിരുന്നു? ബെത്സയിദയിൽ നിന്നുള്ളവൻ. അപ്പം നോർമലി നമുക്ക് ചിന്തിക്കാം, ഈ സ്വന്തം പട്ടണത്തിലെ വ്യക്തികളായിരുന്നു ആര്? അന്ത്രയോസും പത്രോസും. അപ്പം അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വഴി ഈ മശിഹയെ കുറിച്ച് അവന് അറിവുണ്ട്. യേശു കർത്താവിനെ കുറിച്ച് അറിയാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്നാണ് അയൽവക്കക്കാരെ പോലും അറിയാത്തത്, അല്ലെ? ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്നവരെ പോലും ആർക്കും അറിയത്തില്ല. എന്നാൽ നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗ്രാമവാസികളെ പോലും എല്ലാ ആൾക്കാരുമായിട്ട് നല്ല കോണ്ടാക്ട് ആയിരുന്നു, അല്ലെങ്കിൽ അറിയായിരുന്നു ആരൊക്കെ എവിടൊക്കെ താമസിക്കുന്നത്. ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നമുക്കൊരു അറിവുണ്ട്, അല്ലെ? ഇന്ന വീട്ടുപേരുള്ള ഇന്ന ആള്, അല്ലെ ഇന്ന ആളുടെ മകൻ, ഇതൊക്കെ നമുക്കൊരു അറിവുണ്ട്. അപ്പൊ അക്കാലത്ത് ഈ ടെക്നോളജീസ് ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ജനങ്ങളുമായിട്ട് നല്ല കോണ്ടാക്ട് തമ്മിലുണ്ട്. അപ്പം ഇവർക്ക് നോർമലി അറിയാം ആരാ? അന്ത്രയോസിനോട് പത്രോസുമായിട്ടുള്ള കോണ്ടാക്ട് വഴി യേശു കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ. അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ളൂ. ഇനി മറ്റൊരു കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്, തുടർന്ന് നമ്മൾ താഴോട്ട് കാണുമ്പോൾ നഥനിയേലിനെ കാണുന്നുണ്ട്.
ഫിലിപ്പോസ് പോയി നഥനിയേലിനെ വിളിക്കുന്നുണ്ട് അല്ലെ. അടുത്ത 46 വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വിളിക്കുമ്പോൾ നഥനിയേൽ അവിടെ ഒരു നഥനിയേലിനോട് ഫിലിപ്പോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 45 വാക്യം, ന്യായപ്രമാണത്തിൽ മോശയെയും പ്രവാചകന്മാരെയും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ ഫിലിപ്പോസിന് എന്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു? മോശ പറഞ്ഞ ഒരു പ്രവാചകൻ വരുമെന്ന്, അല്ലെ പഴയ പ്രവാചകന്മാര് പറഞ്ഞ ഒരു വ്യക്തി വരും, മശിഹ വരുമെന്നുള്ള ആർക്ക് അറിവുണ്ടായിരുന്നു? ഈ ഫിലിപ്പോസിന് അറിവുണ്ടായിരുന്നു. അപ്പൊ ഫിലിപ്പോസിന് സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് അറിവുണ്ട്. അവൻ മശിഹയുടെ വരവിന് വേണ്ടി കാത്തിരുന്നവനാണ്. മശിഹയെ കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ട്. അപ്പൊ ഒരു വ്യക്തിയിൽ ഒരു ഇമോഷണൽ അട്രാക്ഷൻ സംഭവിച്ചതല്ല, അല്ലെ ഒരു സിനിമാക്കാരന്റെ സിനിമ ഫാൻസ് പോലെ, അല്ലെ കുറച്ച് സ്പോർട്സ് ഗെയിംസിലെ താരങ്ങളെ ഫാൻസ് ക്ലബ്ബ് പോലെ, അങ്ങനെയുള്ള ഒരു ഫാൻസ് ക്ലബ് അല്ലായിരുന്നു യേശു ക്രിസ്തുവിന്. ഈ ഫിലിപ്പോസിന് യേശുവിനോടുള്ള തോന്നിയ മമത അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ദീർഘവർഷങ്ങളായി അവർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ആണ് മശിഹ. ഈ മശിഹയെ കുറിച്ചുള്ള ഒരു വരവിന് വേണ്ടി അവർ കാത്തിരിക്കുക. അപ്പൊ ഈ ഒരു ചിന്ത തന്റെ മനസ്സിലുണ്ട്. മാത്രമല്ല, ഈ ഫോളോവർ ആകുക എന്ന് പറഞ്ഞാൽ, ഒരു ഗുരുവിന്റെ ഫോളോവർ ആകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു ഡിസൈപ്പിൾ ആകുക എന്ന് പറഞ്ഞാൽ. കാരണം ആ ഗുരുവിനെ പിൻപറ്റണം, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുകരിക്കണം. ഇറ്റ്സ് നോട്ട് മച്ച് ഈസി, അല്ലെ? അതൊരു സീരിയസ് വിളിയാ, ഒരു സീരിയസ് കോളാണ് ഡിസൈപ്പിൾഷിപ്പിന്റെ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പൂർണ്ണമായ ഒരു ആശ്രയം ആവശ്യമാണ്, പൂർണ്ണമായ ഒരു സമർപ്പണം ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം പിൻപറ്റുവാനിടയായി തീർന്നു. അപ്പം ഫോളോ മീ എന്നൊരു വാക്ക് കേട്ടാൽ ഒറ്റ വാക്കിൽ ഒരാൾ പിൻഗമിക്കുമോ എന്ന് ചിന്തിച്ച് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതിന്റെ പുറകിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. 45 വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. വാക്യം, ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടിരിക്കുന്നു, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ. സ്തോത്രം. ഇവിടെ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. നസ്രയത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നസ്രയത്ത്? നസ്രയത്ത് വലിയ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണമല്ല, വളരെ ചെറിയ ഒരു പട്ടണമാണ്. അത് മാത്രമല്ല, ഇത് പ്രത്യാൽ ആരാലും അറിയപ്പെടാത്ത, ആരും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത ഒരു പട്ടണമാണ്. പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നുമില്ല, മറ്റു പട്ടണങ്ങളെ പോലെ ഫേമസ് അല്ല. ഈ നസ്രയത്ത് എന്ന് പറയുന്ന ചെറിയ പട്ടണം ഗലീലയിലാണ് ഈ പട്ടണം ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പട്ടണമല്ല, ഗ്രാമമാണ്. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ഗലീലയിലാണ്. ഇത് യെരുശലേമിനെ പോലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമമല്ല, ബേത്ലഹേമിനെ പോലെ ഒരു ഫേമസ് അല്ല, ഹെബ്രോനെ പോലെ ഫേമസ് അല്ല, അല്ലെങ്കിൽ ശമരിയെ പോലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല ഇത്. പഴയ നിയമത്തിൽ എങ്ങും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ചില ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ കാണുന്നത് ഈ കള്ളന്മാരും കൊള്ളക്കാരും മോശമായ ആൾക്കാരും ഒക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ആരും പ്രത്യാൽ ആ ദേശത്ത് പോയി വസ്തു മേടിച്ച് താമസിക്കണമെന്ന് പ്രത്യാൽ ആഗ്രഹിക്കത്തില്ല. അത്രയ്ക്ക് ഒരു ആൾക്കാരാൽ എന്താ പറയാ, ഒരു സമ്മതമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ഒരു ദേശം, താമസിക്കാൻ പ്രത്യാൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശം, ഒരു അൺനോൺ പ്ലേസ്, അങ്ങനെ ഒരു ദേശമായിരുന്നു അല്ലേ. അപ്പൊ ഈ ദേശത്തിൽ നിന്ന് കർത്താവ് വരുമോന്ന് ഒരാൾ പറയുമ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, നസ്രയനായ യേശു, നസ്രയത്തിൽ നിന്ന് വന്ന യേശു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയില്ല. ആർക്ക്? നഥനിയേൽ അതാ ചോദിക്കുന്നത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ആർ യു സീരിയസ് എന്നാ ചോദിക്കുന്നത്. നീ സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത്? കാരണം നസ്രയത്ത് തള്ളിക്കളഞ്ഞൊരു ദേശമാണ്. പഴയ നിയമത്തിൽ എന്താ പറയുന്നത്? മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം, അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയാകേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും, അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അപ്പൊ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത് ബേത്ലഹേമിൽ നിന്ന് വരുന്ന,
സ്തോത്രം. അവർക്കൊരിക്കലും എക്സ്പെക്ടേഷൻ ഇല്ല നസ്രയത്തിൽ നിന്ന് യേശു വരുമെന്ന്. നഥനിയേലിന് പ്രത്യാൽ ഈ യേശുവിന്റെ ജീവചരിത്രത്തെ കുറിച്ചും പ്രത്യാൽ അറിയില്ല. അപ്പൊ ബേത്ലഹേമിൽ ഇവൻ ജനിച്ചു എന്നേ ഉള്ളൂ. യേശുവിന്റെ വളർച്ച മുഴുവനും നസ്രയത്തിലായിരുന്നു. അപ്പൊ ഈ ഗലീലയിലെ നസ്രയത്തിൽ ഈ പരീശന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 52-ാം വാക്യം, അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആ സമൂഹം തന്നെ ആ ദേശത്തെ താഴ്ത്തി കെട്ടിയിട്ടിരിക്കുക. ആ വാക്യം നിങ്ങൾ വായിക്കണം. 7:52, യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 52-ാം വാക്യം. അവിടെ എന്താ പറയുന്നത്? അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. കാരണം എന്നാ, ഇതാ ഒരു കൺസെപ്റ്റ് സമൂഹത്തെ കുറിച്ച് പരീശന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുക. ആ ദേശത്തുനിന്ന് ഇനി ഒരു പ്രതീക്ഷ വേണ്ട, ആ ദേശം മുഴുവനും തകർന്നു പോയതാ, ആ ദേശത്തുനിന്ന് ഒരു നന്മ ഉണ്ടാകത്തില്ല, അത് ഡെവലപ്മെന്റ് ചെയ്യേണ്ട ഒരു ദേശമല്ല, അത് വിട്ടുകളഞ്ഞ് പുറംപോക്കായിട്ട് കിടന്നോട്ട് ആ ഒരു രീതിയിൽ തള്ളിക്കളഞ്ഞൊരു ദേശമാണ്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാകാൻ പറഞ്ഞതിന്റെ കാര്യം, ആ ദേശത്തു നിന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഗലീലയിൽ തന്നെയാണ് ഈ യോന പ്രവാചകനൊക്കെ വരുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാർ വരത്തില്ല എന്ന് പറയുന്ന ഭാഗം തന്നെ തെറ്റാണ്. പക്ഷെ ഇതെന്താ ഇങ്ങനെ പറയാൻ കാര്യം? ഇത് പരീശന്മാർ ആ ദേശത്തെ താഴ്ത്തിക്കെട്ടി പറഞ്ഞതാണ്, അല്ലെ? ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആരും അവിടെ സമ്മതമില്ല. എന്നാൽ ഒരു കാര്യം, ഒരു ആത്മീയ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവര്. ഇങ്ങനെ തകർന്നു പോയതിനെ, തള്ളിക്കളഞ്ഞതിനെ, പ്രതീക്ഷയില്ലാത്ത സ്ഥലത്തുനിന്നെയാണ് യേശു കർത്താവ് തെരഞ്ഞെടുത്തത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ജീവിതത്തിൽ വിചാരിക്കുക, എന്നെ ആരും കാണാനില്ല, എനിക്ക് പ്രത്യേകിച്ച് വിലയില്ല, ഞാൻ റിജക്റ്റഡ് ആണ്, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല, എന്റെ എല്ലാ ക്വാളിറ്റീസും ഇല്ലാതായി തീർന്നിരിക്കുക, ഞാൻ വട്ടപൂജ്യമാണെന്ന് വല്ല ചിന്തയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുക, ദൈവത്തിന് നിന്നെയും കൊണ്ട് ചിലത് പണിയാനുണ്ട്. ലോകം മുഴുവനും തള്ളിക്കളഞ്ഞ നസ്രയത്ത് എന്ന പട്ടണത്തെ ദൈവം ഹല്ലേലൂയ തന്റെ പേരിനോട് ചേർത്ത് വെച്ചു. നസ്രയനായ യേശു ക്രിസ്തു. ഇന്ന് സകല അത്ഭുതങ്ങളും നടക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയുകയാണ്, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. കണ്ടോ, തള്ളിക്കളഞ്ഞ ദേശത്തെ അവൻ തെരഞ്ഞെടുക്കുകയാ. കർത്താവ് ഒരിക്കലും അന്നത്തെ ഫേമസ് സിറ്റികളുടെ പേര് പറഞ്ഞ് പ്രസിദ്ധനായില്ല. റോമിലെ യേശു എന്നൊക്കെ പറയായിരുന്നു, ആ പേരൊന്നും യേശു എടുത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. യെരുശലേമിലെ യേശു എന്നൊക്കെ പറയായിരുന്നു, അതൊന്നും എടുത്തില്ല. കൊട്ടാരത്തിലെ യേശു എന്നൊക്കെ പറയായിരുന്നു, എന്നാൽ ആ പേരും ദൈവം എടുത്തില്ല. എന്നാൽ കർത്താവ് എടുത്തത് തള്ളിക്കളഞ്ഞതിനെ, മനുഷ്യൻ ഇല്ലാതാക്കി തീർത്തതിനെ, ഹല്ലേലൂയ, നസ്രായനായ യേശു എന്ന പേര് തനിക്ക് എടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അവൻ തന്നെ താഴ്ത്തി നമുക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെളിഞ്ഞ്. ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 8 വരെ നിങ്ങൾ വായിക്കണം. അവിടെ എന്തായി പറയുന്നതെന്ന് അറിയാമോ? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്ത് മനുഷ്യ സദൃശത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്റെ നിങ്ങളിൽ ഉണ്ടാകണം. സ്തോത്രം. താഴ്മയുള്ളൊരു ഹൃദയം, വിനയമുള്ളൊരു ഹൃദയം. സ്തോത്രം. ഇതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ സ്തോത്രം, ഫിലിപ്പോസ് എന്താണ് ഈ നഥനിയേലിനോട് പറഞ്ഞേ? നേരത്തെ കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞല്ലേ, കം ആൻഡ് സീ, വന്ന് കാൺമീൻ. ഫിലിപ്പോസ് ഇത് തന്നെ പറഞ്ഞുള്ളൂ, വന്ന് കാൺമീൻ. ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. ഹിന്ദിയിൽ പറയും, ചഖ് കർ ദേഖോ कि प्रभु कितना भला है, പ്രഭു ചട്ടാൻ കെ മധുർ സെ ഭി മീഠാ ഹെ. സ്തോത്രം. അവൻ ഹല്ലേലൂയ തേനിനേക്കാൾ മധുരമുള്ളവൻ. സ്തോത്രം. ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഈസ് ഗുഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, നീ ഒരു തവണ അവനെ രുചിച്ചറിയും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ 47 മുതൽ അവിടെ എന്താ വായിച്ചു? നഥനിയേൽ തന്റെ അടുക്കൽ വരുന്നത് അടുത്ത ഭാഗം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നഥനിയേലിനോട് വാദപ്രതിവാദം നടത്താനൊന്നും ആര് പോയില്ല? ആര് പോയില്ല? ഫിലിപ്പോസ് പോയില്ല. കൂടുതൽ ആർഗ്യുമെന്റ്സിനോ ഡിബേറ്റിനോ ഒന്നും പോയില്ല. നഥനിയേലിന് ഒരു സംശയമായിരുന്നു, എങ്ങനെ നസ്രയത്തിൽ നിന്നൊരു നന്മ ഉണ്ടാകുന്നു? നസ്രയത്തിൽ നിന്ന് വല്ല നന്മ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. അവനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു.
ഫിലിപ്പോസ് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നീ എന്റെ കൂടെ ഒരു തവണ ഒന്ന് വാ, ഒറ്റ തവണ എന്റെ കൂടെ ഒന്ന് വാ. 47 വാക്യം മുതൽ ഒരു എൻകൗണ്ടറാ കാണുന്നത്. നഥനീയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറയുക. 48 വാക്യം, നഥനീയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനീയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സത്യത്തിൽ ഇവിടെ നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഈ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആർക്കെങ്കിലും അറിയാം? അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? പലരും പറയും, പല ഊഹാപോഹങ്ങൾ പറയും. നഥനീയേൽ പ്രാർത്ഥിക്കുമായിരുന്നെന്നോ, അല്ലെ നഥനീയേൽ വചനം വായിക്കുമായിരുന്നെന്നോ, അല്ലെ നഥനീയേൽ മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നൊക്കെ പല കമന്ററീസ് ഒക്കെ കണ്ടേക്കാം. പക്ഷെ സത്യത്തിൽ എന്താണെന്ന് നടന്നേ നമുക്കറിയില്ല. പക്ഷെ എന്താണ് അവന്റെ റിയാക്ഷൻ എന്നുള്ളത് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അല്ലെ? അത്തിയുടെ കീഴിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, സംതിങ് ഈസ് പേഴ്സണൽ. അവന്റെ ഹൃദയവുമായിട്ട് ആഴ്ന്നിറങ്ങുന്ന ചില കാര്യങ്ങളുമായിട്ട് യേശു തൊട്ടുണർത്തി സംസാരിച്ചു. ഒരു മനുഷ്യനും ചിന്തിക്കാത്ത വിഷയങ്ങളിൽ നഥനീയേലുമായിട്ട് കർത്താവ് എൻകൗണ്ടർ ചെയ്തതാണ്. ആരും അറിയരുതെന്ന് പറഞ്ഞ് മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച വിഷയങ്ങളെ കർത്താവ് കണ്ടു. പകൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ ഏത് മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ തൊട്ടുണർത്തുന്ന ഒരു കർത്താവ്. സ്തോത്രം. അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് അവനോട് ചോദിച്ചിട്ട് പറയും, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അപ്പൊ എന്റെ ഒരു ചിന്ത, ഒരു പക്ഷെങ്കിൽ ലോകം അവനെ അപവാദി എന്ന് പറഞ്ഞ ഏതെങ്കിലും വിഷയം കണ്ടേക്കാം. ലോകക്കാരുടെ മുൻപിൽ ഇവനെ കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും ചിത്രീകരിച്ചിട്ടുണ്ടായിരിക്കാം. ഇവൻ അവന്റെ ന്യായം എത്ര പറഞ്ഞിട്ടും ലോകം മനസ്സിലാക്കുന്നില്ലായിരിക്കാം. വീട്ടുകാർ ഒരു പക്ഷെ തള്ളിയേക്കാം, നാട്ടുകാർ തള്ളിയേക്കാം, കൂട്ടുകാർ തള്ളിയേക്കാം, ജോലി ചെയ്ത സ്ഥലത്തു നിന്ന് അവനെ റിജക്റ്റഡ് ആയിരിക്കാം. ഇതെല്ലാം സഹിച്ച് ഒരു പക്ഷെ വിഷമത്തോട് മുഴങ്കാലുകൾക്കിടയിൽ ഏലിയാവിനെ പോലെ തലവെച്ച് ഒരുപക്ഷെ അത്തിയുടെ കീഴിൽ അവൻ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തോട് തൊട്ടുണർത്തി കർത്താവ് പറയുക, നഥനീയേലേ, നിന്നിൽ കപടമില്ല. സ്തോത്രം. ഇത് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സ്തോത്രം. കാരണം ഇവന്റെ സത്യം ആരും മനസ്സിലാക്കുന്നില്ല. എത്രയൊക്കെ വിശദീകരിച്ചിട്ടും ആർക്കും മനസ്സിലാവുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ലേലും നിന്റെ ഉള്ള അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ തൊട്ടറിയുന്ന ഒരു കർത്താവുണ്ട്. ഇത് കേട്ടപ്പോൾ നഥനീയേലിന്റെ ജീവിതത്തിന് മാറ്റം വന്നു. എന്താ പറഞ്ഞതെന്നറിയാമോ? യു ആർ ദ സൺ ഓഫ് ഗോഡ്. നീയാണ് ദൈവപുത്രൻ. സ്തോത്രം. ഇസ്രായേലിന്റെ രാജാവ്. സുവിശേഷത്തിൽ യേശു കർത്താവിന്റെ ആ ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, യേശു കർത്താവ് ആരാണെന്നുള്ള ആ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് നമ്മൾ ഇവിടെ കണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയൊക്കെ ഇരിക്കും. എന്നാൽ ലോകത്തിന്റെ അംഗീകാരത്തിന്റെ പുറകെ പോയാൽ നിരാശകൾ മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, ഉണർത്തുന്നത് നിന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. സ്തോത്രം. നമ്മുടെ സമയം കഴിഞ്ഞാൽ 2 വാക്യം കൂടെ ആ ഒരു ഭാഗം പറഞ്ഞ് നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. 50ഉം 51 വാക്യം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയാറുണ്ട്, നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയതും കാണും എന്നുത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എവിടെ ഓർമ്മയെന്നറിയാമോ? ഈ സ്റ്റേറ്റ്മെന്റ്, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ചിത്രം എല്ലാവർക്കും അറിയാമോ? സ്തോത്രം. ഇതിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പോകണം. 28-ാം അധ്യായം യാക്കോബിന്റെ ദർശനം നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അല്ലെ? ഒരു ഗോവേണി, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോളം എത്തുന്ന ഒരു ഗോവേണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കുറിച്ച് യാക്കോബ് സ്വപ്നം കാണുകയാണ്. സ്തോത്രം. അതൊരു സ്റ്റോറി, അതൊരു കഥയായി, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഒരു ചിത്രമായി നിൽക്കുമ്പോൾ സ്തോത്രം യാക്കോബ് എഴുന്നേൽക്കുകയാണ്. 28-ന്റെ 17-ാം വാക്യത്തിൽ അതിരാവിലെ എഴുന്നേറ്റിട്ട് യാക്കോബ് ഭയപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് ഉറപ്പായിട്ട് അവൻ പറയുക. എന്നാൽ യേശു കർത്താവ് ആ ഒരു ഭാഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറയുക, സ്തോത്രം,
ശരിക്കും അന്ന് കണ്ട ആ ഒരു ഗോവേണി ആരാന്നറിയാമോ? അതാണ് ഞാൻ. ഹല്ലേലൂയ, ഐ ആം ദാറ്റ് കണക്ടിംഗ് പോയിന്റ്. ഹല്ലേലൂയ, ഐ ആം ദാറ്റ് ലാഡർ. ഹല്ലേലൂയ, ഞാനാണ് സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ആ ഗോവേണി. അതിന് നിങ്ങൾ വേറൊരു ലൊക്കേഷന് പോണ്ട, നിങ്ങൾ വേറൊരു കെട്ടിടത്തിനകത്ത് പോണ്ട, ഒരു മതത്തിന്റെ ഹല്ലേലൂയ സിസ്റ്റത്തിന്റെ അകത്ത് നിങ്ങൾ കെട്ടിക്കിടക്കണ്ട. പക്ഷെ നിങ്ങൾ ഒരു വ്യക്തിയെ കാണണം, നസ്രയനായ യേശു. ഹല്ലേലൂയ, യാക്കോബ് കണ്ട ആ ദർശനത്തിൽ കണ്ട ആ ഗോവേണി യേശു കർത്താവാണ്. സ്വർഗത്തെയും ഭൂമിയെയും കണക്ട് ചെയ്യുന്ന ഗോവേണി. ഇതാണ് കർത്താവ് പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. കർത്താവിന്റെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അവൻ സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു. എന്റെ വാക്കുകളോട് നിർത്തുമ്പോൾ, സ്തോത്രം, നമ്മൾ ഇന്ന് വായിച്ച ഭാഗങ്ങളിൽ നിന്ന് അനേക ആത്മീയ മർമ്മങ്ങൾ നമുക്ക് കാണുവാനിടയായി തീർന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നദനിയേൽ ഒരുപക്ഷെ അത്തിയുടെ കീഴിൽ നിന്ന് പലവിധമായ വേദനകളും നിരാശകളും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അത്തിയുടെ കീഴിൽ ഇരുന്നപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നദനിയേലേ, സ്തോത്രം, ഫിലിപ്പോസ് വന്നിട്ടല്ല ഞാൻ നിന്നെ കണ്ടത്. ഫിലിപ്പോസ് നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഫിലിപ്പോസ് നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ പറഞ്ഞൊരു പ്രത്യേക ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിലിപ്പോസ് നിന്നെ കാണും മുൻപേ ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ ഇരുന്നത് കണ്ടത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നദനിയേലേ, നിന്നെ ആരും കാണാനില്ലാത്ത സമയത്ത് ഞാൻ നിന്നെ കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ വ്യക്തമായി നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്. അവന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമോ? ഹല്ലേലൂയ, ഒരു ആഹ്വാനത്തിന്റെ വാക്കാണ് കം ആൻഡ് സീ. ഹല്ലേലൂയ, കം ആൻഡ് ടേസ്റ്റ്. ഹല്ലേലൂയ, വന്ന് കാൺമീൻ. വന്നവരൊക്കെ അവനെ കണ്ടു, കണ്ടവരാരും പിന്മാറിയിട്ടില്ല. അവന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നിൽക്കുവാനിടയായിത്തീരും. സ്തോത്രം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായി ഇടപെടുവാനിടയായി തീർന്നല്ലോ. ഈ വചനം നമ്മളുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. പൊടിയോളം നമ്മളെ തന്നെ വചനത്തിനും ഭാഗെ താഴ്ത്തി സമർപ്പിക്കാം. അടുത്ത ആഴ്ചകളിൽ 2-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളെ ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ മക്കളൊക്കെ ആ ഭാഗം വായിച്ചുകൊണ്ട് വരുവാൻ പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കുകയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇവിടെ ജിസ്ലിൻ ബ്രദർ ഉണ്ട്. ജിസ്ലിൻ ബ്രദർ. പ്രൈസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളെ അധികം പിതാവേ, அப்பா ஆசீர்வதிக்கப்பட்டதான இந்த நல்ல வேலைக்கு முன்னிட்டு துதிக்கிறோம்ப்பா. நல்ல விதமான ஒரு வேத பாட பகுதியை எங்களுக்கு நீர் ஆசீர்வதித்து தந்தபடியால் உண்மை ஸ்தோத்திரிக்கிறோம் ஆண்டவரே. அப்பா, எங்களோடு நீர் பேசினபடியால் உண்மை துதிக்கிறோம்ப்பா. ஸ்தோத்திரம். எங்களோடு நீர் இடைப்பட்டபடியால் உண்மை ஸ்தோத்திரிக்கிறோம்ப்பா. எங்களை ஆண்டவரே தனித்தனியாக உங்களை சந்திக்கிற தேவனாய் இருக்கிறபடியால் உண்மை ஸ்தோத்திரிக்கிறோம்ப்பா ஆண்டவரே. உம்முடைய சித்தத்தின்படியே ஆண்டவரே நாங்கள் உமக்காக நாங்கள் வாழவும் ஆண்டவரே, உம்முடைய சித்தத்தின்படி ஆண்டவரை ஜீவிக்கவும் ஆண்டவரே. உம்முடைய நாமத்து நிமித்தம் அநேகருக்கு ஆண்டவர் நாங்கள் பயனுள்ளவர்களாக கர்த்தர் உதவி செய்யும்படியாய் கலந்து கொண்ட ஒவ்வொருவரையும் நீர் ஆசீர்வதிக்கும்படியாக ஜெபிக்கிறோம் ஆண்டவரே. நடத்துதானே பாஸ்டர் கேள்விக்கிறோம்ப்பா, ஆசீர்வதிப்பீராகப்பா. ஸ்தோத்திரம், ஸ்தோத்திரம் ஆண்டவரே. மட்டுமாய் எங்களை நடத்தினீர், ஆசீர்வதித்து உமக்கு ஸ்தோத்திரம். மீண்டும் நாங்கள் கூடி சந்திக்கும் வரையும் எங்களை பாதுகாத்து வழி நடத்தும்படியாக ஜெபிக்கிறோம், தாழ்த்துக்கிறோம். துதிக்கான மகிமையெல்லாம் യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നിർത്തി പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നമ്മൾ ധ്യാനിച്ച എല്ലാ വിഷയങ്ങളോടും ദൈവമക്കളോടും ലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഇന്നുമുള്ള നീക്കും കർത്താവിന്റെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും നമുക്ക് ദൈവദിന പഠനത്തിലേക്ക് തുടരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്.